ഇന്ന് നമ്മൾ ക്ലാസ് 3-ലെ മാത്സിൽ നിന്ന് ഓണം എക്സാമിന് വരാവുന്ന ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് ലെറ്റ്സ് ഡ്രോയിൽ നിന്ന് എന്തൊക്കെ വരാമെന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് നോക്കൂ, ഡ്രോ എ പിക്ചർ യൂസിങ് ട്രയാങ്കിൾസ്, റെക്റ്റാങ്കിൾസ് ആൻഡ് സർക്കിൾസ്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അതായത് നിങ്ങൾ ട്രയാങ്കിളും റെക്റ്റാങ്കിളും സർക്കിളും വെച്ചിട്ട് ഒരു പിക്ചർ വരയ്ക്കാൻ പഠിച്ചു വെച്ചോളുക. ഓക്കെ, നെക്സ്റ്റ് നോക്കുക, വാട്ട് ഓൾ ഷേപ്സ് ആർ ദർ ഇൻ ദ പിക്ചർ ഗിവൺ ബിലോ, കൗണ്ട് ആൻഡ് റൈറ്റ്. അതായത് ചോട്ടിൽ തന്ന പിക്ചറിൽ ഏതൊക്കെ ഷേപ്പുകളാണ് ഉള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അത് കൗണ്ട് ചെയ്തിട്ട് എഴുതാനും പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ ഷേപ്പുകളുള്ളതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം, നമ്മൾ പഠിച്ചതാണ്. സർക്കിൾ ഉണ്ട്, അല്ലെ ട്രയാങ്കിള്, റെക്റ്റാങ്കിള്. അപ്പോൾ നിങ്ങൾ നോക്കുക കേട്ടോ, എന്തൊക്കെ ഷേപ്പുകളാണ് ഉള്ളതെന്ന് നമുക്കറിയാം. അത് ഏതൊക്കെ എത്ര ഉണ്ടെന്നൊന്ന് കൗണ്ട് ചെയ്തിട്ട് എഴുതണം കേട്ടോ. അപ്പോൾ കൗണ്ട് ചെയ്യുന്ന സമയത്ത് എവിടേക്കാണ് ട്രയാങ്കിൾ ഉള്ളതെന്നൊക്കെ നേരെ നോക്കിയിട്ട് വേണം. ആ കണ്ട പോക്കറ്റിൻ്റെ ഉള്ളിലൊരു ട്രയാങ്കിളൊക്കെ കാണുന്നുണ്ട് അല്ലേ, അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അത് ചെയ്യൂലോ അല്ലേ, ഒന്ന് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് നോക്കുക, കംപ്ലീറ്റ് ദ പാറ്റേൺ. അതായത് പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് വരാം. അത് ലെറ്റ്സ് ഡ്രോയിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യനാണ്. നമ്മളിത് ലെറ്റ്സ് ഡ്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ പാറ്റേൺസ് തന്നിട്ടുണ്ട്. ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ കുറേ പാറ്റേൺസ് നോക്കിയിരുന്നു. അതൊന്ന് പോയി കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കുക. ഇനി ഇവിടെ തന്നിരിക്കുന്ന പാറ്റേൺ നോക്കൂ. ഇനി അടുത്തത് എങ്ങനെയാണ് വരിക, തിരിച്ച് യു പോലെ എഴുതണം അല്ലേ. നെക്സ്റ്റ് പാറ്റേൺ നോക്കൂ, ഇതിൽ ആരോ ആണ് തന്നിരിക്കുന്നത്. ഇനി എങ്ങോട്ട് വരയ്ക്കും, നമ്മൾ ആരോ മുകളിലോട്ട് വരയ്ക്കണം. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി നെക്സ്റ്റ് നോക്കൂ, നമ്പേഴ്സ് ആർ അവർ ഫ്രണ്ട്സിൽ നിന്ന് വരാവുന്ന കംപ്ലീറ്റ് ദ പാറ്റേൺ ആണ് തന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഫസ്റ്റ് നമ്പർ എന്താ, 102, 202, 302. ഇനി എന്താ വരിക, 402 വരും. നെക്സ്റ്റ് എന്താ വരും, 502. അറിയാലോ അല്ലേ. നെക്സ്റ്റ് 212, 214, 216. നെക്സ്റ്റ് വരും എന്താ, 218, 220 എന്ന് വരും അല്ലേ. ഇനി നെക്സ്റ്റ് പാറ്റേൺ നോക്കൂ, 211, 322, 433. അപ്പോൾ ഇവിടെ 3 ഡിജിറ്റിലും മാറ്റം വരുന്നുണ്ട്. നമ്പർ എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്, 111 വെച്ചിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്പർ എന്ത് വരും നോക്കൂ, 433 കഴിഞ്ഞാൽ നെക്സ്റ്റ് വരും എന്താണ്, 544 വരും. നെക്സ്റ്റ് എന്താ വരിക, 655 വരും. വേറൊരു ക്വസ്റ്റ്യൻ നോക്കുക, ദ മേക്കിംഗ് റെക്റ്റാങ്കിൾസ് ആൻഡ് ട്രയാങ്കിൾസ് യൂസിങ് 12 ഈർക്കില ബിറ്റ്സ്. അതായത് റെക്റ്റാങ്കിൾസും ട്രയാങ്കിൾസും 12 ഈർക്കില കോലുകളും കൊണ്ട് ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഹൗ മെനി റെക്റ്റാങ്കിൾസ് യു ക്യാൻ മേക്ക്, നെക്സ്റ്റ് ഹൗ മെനി ട്രയാങ്കിൾസ് യു ക്യാൻ മേക്ക്. ഇത് നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് അവിടെ 24 ഈർക്കില ബിറ്റ്സ് വെച്ചിട്ട് എത്ര റെക്റ്റാങ്കിൾസ് ഉണ്ടാക്കാം, അതുപോലെ തന്നെ എത്ര ട്രയാങ്കിൾസ് ഉണ്ടാക്കാം എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇവിടെ 12 ഈർക്കില ബിറ്റ്സ് ആയി എന്നേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് വരിക, ഒരു റെക്റ്റാങ്കിളിൽ എത്ര സൈഡാണ്, 4 സൈഡ്സ് ആണ്. അപ്പോൾ 4 ഈർക്കില ബിറ്റ്സ് വേണം ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ എത്ര 4കൾ ചേർന്നാലാണ് 12 വരിക നോക്കുക. 4 + 4 + 4 അല്ലേ 12. അപ്പോൾ എത്ര റെക്റ്റാങ്കിൾസ് നമുക്ക് ഉണ്ടാക്കാൻ, 3 റെക്റ്റാങ്കിൾസ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, 4ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒന്ന് നോക്കുക. 1 4s are എത്രയാണ് വരിക, 2 4s are എത്രയാ, 8, 3 4s are അപ്പോൾ 3 4കൾ എത്രയാണ്, 12 അല്ലേ. അപ്പോൾ എത്ര റെക്റ്റാങ്കിൾസ് ഉണ്ടാക്കാം, 3 അല്ലേ. അപ്പോൾ 3 എന്ന് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ, ഹൗ മെനി ട്രയാങ്കിൾസ് യു ക്യാൻ മേക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കറിയാം എന്താണ്, ഒരു ട്രയാങ്കിളിൽ എത്ര സൈഡാണ്, 3 സൈഡ്സ് ആണ്. അപ്പോൾ ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കാനായിട്ട് 3 ഈർക്കില ബിറ്റ്സ് വേണം. അങ്ങനെ എത്ര 3കൾ ചേർന്നാലാണ് 12 വരിക നോക്കുക. അപ്പോൾ എത്രയാണ് വരിക നോക്കി നോക്കൂ, 1 3s are 3, 2 3s are 6, 3 3s are 9, 4 3s are 12. അപ്പോൾ എത്രയാണ്, 4 3s ആണ് അല്ലേ. 4 3കൾ ചേർന്നാലാണ് 12 ആവുന്നത്. അപ്പോൾ എത്ര ട്രയാങ്കിൾസ് നമുക്ക് ഉണ്ടാക്കാം, 4 ട്രയാങ്കിൾസ് ഉണ്ടാക്കാം. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാത്തവർ 3കൾ ആഡ് ചെയ്ത് നോക്കിയിട്ട് 12 എപ്പോഴാണ് കിട്ടുന്നത് നോക്കിയാലും മതി. നമ്പേഴ്സ് ആർ അവർ ഫ്രണ്ട്സിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദ നമ്പർ ഗിവൺ ബിലോ ഇൻ ഡിഫറെൻറ്റ് വേസ്. അതായത് ഒരു നമ്പർ തന്നിട്ട് നമ്മളോട് ഡിഫറെൻറ്റ് വേസിൽ എഴുതാൻ പറയാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അതൊന്ന് നോക്കി വെച്ചേക്കണേ. അപ്പോൾ നോക്കൂ, ഇവിടെ 680 ആണ് തന്നിരിക്കുന്നത്. ഡിഫറെൻറ്റ് വേസിൽ എഴുതാനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയൊക്കെ എഴുതാം, 600s 8 10s എന്ന് എഴുതാം അല്ലേ, 600s 81s എന്ന് എഴുതാം, അല്ലെങ്കിൽ 500s 18 10s എന്ന് എഴുതാം, പിന്നെ ഒന്ന് എഴുതാം 681s എന്ന് എഴുതാം.
ഒന്നല്ലെങ്കിൽ ഇങ്ങനെ തരാം, ഡിഫറെൻറ്റ് വേസിൽ എഴുതാൻ പറഞ്ഞിട്ട് തരാം, അല്ലെങ്കിൽ ഇതാണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് പറഞ്ഞിട്ടും തരാം. അപ്പോൾ ഇവിടുത്തെ നമ്പർ നോക്കൂ, 898 എന്നുള്ളതാണ്. അത് നമ്മൾ ഫിൽ ചെയ്യാൻ പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് അല്ലേ. ഡാഷ് ടെൻസ് ഡാഷ് വൺസ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എത്ര ടെൻസും എത്ര വൺസും എന്ന് എഴുതാം. 89 ടെൻസ് 8 വൺസ് എന്ന് എഴുതാം. 89 ടെൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 890 ആയല്ലോ. 8 വൺസും കൂടി ചേർന്നാൽ എത്രയാവും? 898 അല്ലേ. നെക്സ്റ്റ് ഡാഷ് വൺസ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എത്രയാണ് വരിക? 898 വൺസ് എന്ന് എഴുതാം. നെക്സ്റ്റ് നോക്കൂ, 700 ഡാഷ് ടെൻസ് ഡാഷ് വൺസ്. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം? 700 19 ടെൻസ് 8 വൺസ് എന്ന് എഴുതിക്കോടെ. 700 എന്ന് പറഞ്ഞാൽ 700. ഇനി ബാക്കി എത്രയും കൂടിയും വേണം? 898 ആണല്ലേ. 800ലേക്ക് വേണമെങ്കിൽ ഇനി ഒരു 100ഉം ഉണ്ട്, പിന്നെ ഒരു 98ഉം ഉണ്ട് അല്ലേ. അപ്പോൾ എന്ത് എഴുതാൽ മതി? 19 ടെൻസ് എന്ന് പറഞ്ഞാൽ 190 ആയി. ഡാഷ് വൺസിൻ്റെ അവിടെ എന്ത് കൊടുത്താൽ മതി? 8 വൺസ് എന്ന് കൊടുത്താൽ മതി. ഒന്നുമില്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? 700s 10 ടെൻസ് 98 വൺസ്. അങ്ങനെ എഴുതാലോ. 700s എന്ന് പറഞ്ഞാൽ 700, 10 ടെൻസ് എന്ന് പറഞ്ഞാൽ 100. അപ്പോൾ 700ഉം 100ഉം 800, ബാക്കി 98 വൺസ്. അപ്പോൾ 898 കേട്ടോ. ഇനി അടുത്തത് നോക്കൂ, 800s ഡാഷ് വൺസ്. 800s എന്ന് പറഞ്ഞാൽ എന്താ? 800 ആണ്. അപ്പോൾ ഇനി എത്ര വൺസും കൂടി വേണം 898 ആവാനായിട്ട്? 98 വൺസ് വേണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, ഡ്രോ അബാക്കസ് ഫോർ ദ ഫോളോയിങ് നമ്പേഴ്സ്. അതായത് അബാക്കസ് വരയ്ക്കാൻ പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നോട്ട് ചെയ്ത് വയ്ക്കുക. ഏതൊക്കെ നമ്പറാണ് നോക്കൂ? 202, 921, 463. ഇത് വരയ്ക്കാലോ, ഡ്രോ ചെയ്യാലോ. ബീഡ്സൊക്കെ വരയ്ക്കാൻ അറിയാലോ. എന്ത് ചെയ്യണം? 202ൽ 100 പൊസിഷനിൽ 2 ബീഡ്സ് വരയ്ക്കുക. 10ൻ്റെ അവിടെ ഒന്നുമില്ല, 1ൻ്റെ അവിടെ 2 ബീഡ്സ് വരയ്ക്കുക. അങ്ങനെ ബാക്കി വരയ്ക്കുക കേട്ടോ. ഇനി എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, ഫ്രം ദ അബാക്കസ് റൈറ്റ് ദ നമ്പേഴ്സ്. ഇങ്ങനെയും വരാം. അതായത് നമുക്ക് തന്ന അബാക്കസ് പ്രകാരം നമ്പർ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് ഏതാ നമ്പർ വരിക? ഫസ്റ്റ് അബാക്കസ് നോക്കൂ, 2 ബീഡ്സ് ആണ് 100 പൊസിഷനിൽ. നെക്സ്റ്റ് 4 ബീഡ്സ് ആണ് 10സിൽ. 1 ബീഡാണ് 1 പൊസിഷനിൽ. അപ്പോൾ എത്ര വരിക? 2 4 1 241. അടുത്തത് 350 എന്നാണ് നമ്പർ വരിക. അടുത്തത് യൂസിങ് ഓൺലി ദ നമ്പർ ഓഫ് ബീഡ്സ് ഇൻ ദ അബാക്കസ് ഗിവൺ ബിലോ. ലാർജസ്റ്റ് 3-digit നമ്പർ യു ക്യാൻ മേക്ക്, സ്മോളസ്റ്റ് 3-digit നമ്പർ യു ക്യാൻ മേക്ക്. അതായത് ചോട്ടിൽ തന്ന അബാക്കസിലെ മുത്തുകളുടെ എണ്ണം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ 3 അക്ക സംഖ്യയും അതുപോലെ തന്നെ ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഇവിടെ ആൻസർ മാത്രം പറഞ്ഞു പോവുകയാണ്. ഏതാണ് വരിക? ലാർജസ്റ്റ് 3-digit നമ്പർ എങ്ങനെയാണ് വരിക? എത്ര ബീഡ്സ് ഉണ്ട് നോക്കൂ, 7 അല്ലേ. അപ്പോൾ ഏതാ വരിക? 700 വരും. സ്മോളസ്റ്റ് 3-digit നമ്പർ ഏതാ വരിക? 106 ആണ് വരിക. ഇനി നമ്പേഴ്സ് ആർ അവർ ഫ്രണ്ട്സിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ, താങ്ക് യു.